Hey, mister, will you please keep your luggage on the carrier? Hello? Yes? Please, keep the luggage over there. I know it. Hey, mister, I am also a passenger. Please adjust. I am also a passenger. You adjust yourself. Hey, mister, look. Okay, okay. Sorry. Stupid idiot. Hold on, please. ഇതൊക്കെയാണ് ഞാൻ ഈ നാട്ടിലോട്ട് വരാത്തത്. 15 മിനിറ്റ് ചേച്ചി, ചായ പിലോ. ഷാജി മോളെ, നമുക്ക് ചായ കുടിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ. വരുന്നോ? अरे पांडुरंग, बिजनेस अच्छा है? अच्छा है. एक अच्छा चाय देना. Excuse me, where is the place? എവിടാ ഇത്? ടീ ബേക്ക? ചായ വേണോന്ന്. ഇവൻ ഒരു ഭാഷ അറിഞ്ഞു. ആ കേരള വാലാഹും വാലൊന്നുമല്ല, മലയാളിയാ. അച്ഛാ, ഞാനും ഒരു മലയാളിയാ. കണ്ടപ്പോ തോന്നി വിദേശിയാന്ന്. കണ്ടപ്പോ തോന്നിയല്ലേ? കറക്റ്റാ, വിദേശി തന്നെ, വിദേശ മലയാളിയാ. ഞാൻ ആദ്യമായിട്ടാ ഇത്തരം ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റ് ശീലമാക്കിയതുകൊണ്ട് റോഡ് മാപ്പ് അറിയില്ലേ. എന്തായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. എവിടാ നമ്മുടെ സ്ഥലം? കുറച്ച് തെക്ക. ഓ, ഹലോ, പോണ്ടേ? 15 മിനിറ്റ് കഴിഞ്ഞല്ലോ. ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വിടും. സോറി ബ്രദർ, ഞാൻ നിങ്ങളെ കണ്ടപ്പോ ആദ്യം വിചാരിച്ചു ഭയങ്കര ബോർണായിരിക്കും. ആരെയും നിർബന്ധിച്ച കഴിക്കാത്ത ആളാണ് ഞാൻ. ലുക്ക്, ഐ ആം ജസ്റ്റ് 4th ക്ലാസ് ആൻഡ് റെസ്ലിംഗ്. മനസ്സിലായില്ലല്ലോ? 4ാം ക്ലാസ്സും ഗുസ്തിയും. വേണ്ടി വന്ന അതിനും മടിക്കില്ലടോ. ഇതല്ല, ജീവിത ഗുസ്തി. ഐ മീൻ ലൈഫുമായിട്ടുള്ള ഒരു മത്സരത്തം. അതിലായിപ്പോ ഞാൻ. മനസ്സിലായോ? സത്യം പറയാലോ, എന്റെ പൊന്നെമ്മേക്കാരാ ഈ സർട്ടിഫിക്കറ്റും ചുമന്ന് ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ വെറുതെ തെണ്ടി തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. വല്ല ചില്ലറ പണിയൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ കൂടിയാ പോരെ. അതല്ലെങ്കിൽ എന്നെ പോലെ എന്ത് ജോലിയും ചെയ്യാനുള്ള കട്ടുണ്ടാവും. വിരോധമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി തരണം. ചെറുതുരുത്തി. ചെറുതുരുത്തി എത്തിയോ? ചെറുതുരുത്തി ഒന്നായില്ലേ? ചെറുതുരുത്തി മുല്ലമംഗലത്ത് ഭവാനി അമ്മയുടെ മകൻ രഘുരാമൻ. ആരാ 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 ആരാ? ജെറുസലേം കമ്പനി കേട്ടിട്ടുണ്ടോ? ദുബായില് കേട്ടിട്ടില്ലേ? അയാളുടെ ഷെയ്ഖിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതും കേട്ടിട്ടില്ല. അപ്പൊ അയാളുടെ PA രഘുരാമനെ കുറിച്ച് നീ കേട്ടിട്ടേ ഉണ്ടാവില്ല. രഘുരാമൻ? ഓ, രഘുരാമൻ അതൊരു വലിയ കഥയാ. ഏത് രഘുരാമൻ? പറയാം, കേക്ക്. നീണ്ട 16 വർഷം സ്വന്തം വീട്ടിലെ നാട്ടിലെ 16 വർഷങ്ങൾക്ക് ശേഷം. വിശ്വാസമാവുന്നില്ലല്ലേ? അറിയടോ, 16 വർഷത്തിന് ശേഷം ഞാൻ എന്റെ അമ്മയെ കാണാൻ പോവുക, സഹോദരിമാരെ കാണാൻ, വീട് കാണാൻ. ഞാനിത്തിരി സെന്റിമെന്റലല്ലേ? ഞാൻ സെന്റിമെന്റലായോ? ഏയ്, നമ്മള് നോർമൽ അല്ലേ? അല്ല ബ്രദർ, അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് എഴുത്തൊന്നും അയക്കാറില്ല? എഴുത്ത് എന്തിന്? അവർക്ക് എന്റെ എഴുത്തൊന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് DD ഡ്രാഫ്റ്റ്. ഇന്ന് വരെ ഞാനത് മുടക്കം വരുത്തിയിട്ടില്ല. നോക്ക്, ഇന്നിപ്പോ 60,000 ദർഹം എനിക്ക് സാലറി, ശമ്പളം. അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ച് അമ്മ അയച്ചോളൂ. അമ്മ അത് മാറി കാശെടുക്കും അല്ലേ? ഞാൻ അയക്കുന്ന കാശുകൊണ്ട് അമ്മ നല്ല വലിയ വീട്ടിലെ അളിയന്മാരെ തന്നെ ഒപ്പിച്ചെടുക്കും. അത് അമ്മയുടെ വിടുക്ക്.
മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ട് എന്താ പറ്റുന്നറിയോ, ഇവന്മാരെ സ്റ്റാറ്റസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഒരു അളിയനാണെങ്കിൽ വീട്ടിൽ സ്വിമ്മിംഗ് പൂള്, മറ്റേ അളിയനാണെങ്കിൽ എ സില്ല ഉറങ്ങാൻ പറ്റൂല. വലിയ പോയില്ല അവരൊക്കെ. ഇത് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടുമൊന്നുമല്ല സുഹൃത്തെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലാണ് എ സി സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത്? എന്റെ വീട്ടിലല്ലാതെ നാട്ടുകാരെ വീട്ടുണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളെ അമ്മ അമ്പലത്തിലേക്കൊന്ന് നടന്നു പോകുന്നത് അത് ചേച്ചിമാർക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പൊ അത് പരിഹരിക്കാൻ ഒരു കാറ് വേണം, അതിന് പിന്നെ ഡ്രൈവറായി. അല്ല, ഞാനും വിചാരിച്ച് ഒരായാലും നമ്മളെ അമ്മയല്ലേ, നമ്മളീ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ലേ. ഇപ്പൊ തന്നെ വീട്ടില് 6 ജോലിക്കാരുണ്ട്, സർവന്റ് 6 പേരുണ്ട്. പിന്നെ അനിയത്തിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കന്റെ വീട്ടുകാർ വന്നത് ബെൻസുകാർ. എന്നാ പിന്നെ നമ്മളെ ഷെഡിലും വേണ്ട ഒരു ബെൻസുകാർ. ശരി, ആയിക്കോട്ടെ, ഞാൻ പറയും. ഇതാണ് ഇപ്പൊ വീട്ടിലെ സ്ഥിതി. പിന്നെ എന്താടെ നമ്മളെ വല്ല അറബികളെ അടികളെന്നുള്ള ജോലിയൊക്കെ ഉള്ളത് കാശുണ്ടാക്കി നമ്മളെ വീട്ടുകാരെ ദൂരത്തേക്ക് കളയല്ലേ. എന്തായാലും നമ്മളെ പെങ്ങളെ മാനേജ് കഴിഞ്ഞാൽ ഞാന് നമ്മളെ അമ്മയും കൂടെ ഗൾഫിൽ, എന്നാ ഈ നാട്ടിലോട്ടില്ല. ഒരു ഭയങ്കര ലവ് സ്റ്റോറി ആയിരുന്നു. എന്നാലും നീണ്ട 16 വർഷത്തിന് ശേഷം ചെല്ലുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്ത് എക്സൈറ്റ്മെന്റ് ആണോ? പിന്നെ ആകെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതായത് എന്റെ വീട്ടുകാര് എന്നെ കാണുമ്പം അന്തം വിടും. അതെന്താ? എന്നെ അവര് തിരിച്ചറിയില്ല. അതെന്താണ്? നിങ്ങളെ ഇതിനു മുമ്പ് അവരൊന്നും കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ. ഇവിടെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ നാടോട്ട് പോയില്ലേ. അതിനുശേഷം 16 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാ തിരിച്ചു വരുന്നത്. ഇപ്പോഴാ അവരെന്നെ കാണാൻ പോകുന്നത്. അത് മാത്രമാണ് ഇതിലൊരു പുതുമ. സ്വന്തം മോന്റെ മുഖം പോലും അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റൂല. എന്നാലും ഫോട്ടോ ഒക്കെ ഉണ്ടാവൂല. എവിടെ? ഇല്ലല്ലോ. അതെന്താ? അതൊരു സസ്പെൻസ് ആവട്ടെ എന്ന് ഞാൻ കരുതി. ചിലവന്മാരുണ്ട് ഗൾഫിൽ തോട്ടിപ്പണിക്ക് വരുവന്മാർ. എവിടെയെങ്കിലും ഒരു അറബിയെ ഒപ്പിച്ച് വളച്ചു ചേർത്തി ഒരു കാറ് ഒപ്പിച്ച് കൂടെ ഒരു പടം എടുത്ത് വീട്ടിൽ വെച്ചിട്ട് ചീപ്പല്ലേ. അന്നേരം ചീപ്പ് വരെ അടിക്കുന്നത് ഞാൻ ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ ചെന്ന അവിടെ എന്റെ ഫോട്ടോയും ഇല്ല, എന്നെ അവിടെ ആരും തിരിച്ചറിയയില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്.